എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട അതൊന്ന് തണുപ്പിച്ചിടണം. അത് തണുപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആ ഭാഗം മറന്നു പോവുകയാണ്. നമുക്ക് നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിച്ചും സന്തോഷത്തിലും കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണം. അതിനൊരു നല്ല വഴി കണ്ടുപിടിച്ചിട്ടില്ലാത്തവൻ തെറ്റായ വഴിക്ക് പോകുന്നുണ്ട് എന്ന് ഉറപ്പാണ്. അതിലൊരു സംശയമൊന്നുമില്ല. കാരണം മനസ്സിന് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാനൊരു വഴി മനസ്സ് കണ്ടുപിടിക്കും. ആ കണ്ടുപിടിക്കുന്ന വഴികളാണ് അധാർമികതയുടെ വഴികൾ. അപ്പം എന്തെങ്കിലും ഒരു സ്വഭാവം കൊണ്ടിടക്കുണ്ടാവും. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ ഇങ്ങനെ അതും ഇതും വേണ്ടാത്തരങ്ങൾ കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ബേക്കുമ്പോൾ നടന്നു പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിന് ചെറിയൊരു ഇക്ലി ഉണ്ടാക്കാനായിരിക്കും. അതല്ലെങ്കിൽ വല്ല ഗെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ കണ്ടെത്താതെ നമ്മുടെ മനസ്സ് അടങ്ങി ഒതുങ്ങി നിൽക്കില്ല. അത് മനസ്സിൻ്റെ ഒരു പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മനുഷ്യൻ അവൻ്റെ വിഷമങ്ങൾക്ക് പരിഹാരം കാണുന്നത് തെറ്റുകളിലൂടെയാണ്, തിന്മകളിലൂടെയാണ്. എന്തൊന്നില്ലാത്തൊരാനന്ദം ആ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാകും. ഈ പോൺ സൈറ്റുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം നിങ്ങൾ. 1 മണിക്കൂറും 2 മണിക്കൂറും ഒന്നും അല്ല, 24 മണിക്കൂറും എന്ന നിലക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. പുറത്തിറങ്ങാതെ എങ്ങോട്ടും പോവാതെ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു 24 വയസ്സായ ഒരു ചെറുപ്പക്കാരന് എന്തേ പറ്റി നോക്കാൻ വേണ്ടി ഉമ്മ പോയിട്ട് അവങ്ങനെ കിടന്നുറങ്ങും. 12 മണിക്കും കിടന്നുറങ്ങും, ഉച്ചക്കും കിടന്നുറങ്ങും, ഇങ്ങനെ ഉറങ്ങുക, ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ എന്തിപ്പോൾ ഇവന് പറ്റിയത് നോക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ പുതപ്പ് ഇങ്ങോട്ട് വലിച്ചു നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു വസ്ത്രം ഇല്ലാതെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഈ വൃത്തികേടും കണ്ട് കിടക്കുകയാണ്. അപ്പോൾ അത് 1 മണിക്കൂർ കാണുന്നവന് പിന്നെ 2 മണിക്കൂർ കാണേണ്ടി വരും, പിന്നെ 24 മണിക്കൂറും കാണേണ്ടി വരും. ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ദീനിൻ്റെ അള്ള കാണിച്ചെന്ന ശരിയായ ഒരു സന്മാർഗത്തിൻ്റെ വെളിച്ചവും സന്തോഷവും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ മനസ്സിനെ തണുപ്പിക്കാനില്ലെങ്കിൽ എക്സ്ട്രാ ഒന്ന് കാണാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളതാണ്. ഞാൻ ഈ ഗൾഫിലൊക്കെ ജീവിക്കുന്ന നല്ല ദീനിയായ പല സുഹൃത്തുക്കളും അവരൊക്കെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അവിടെയൊക്കെ ഭാര്യമാർ അവരെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പറയും. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ കേട്ടൊരു കാര്യം, ഒരാൾ എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് എന്ത് ചെയ്യോടെ ഭർത്താവ് വീട്ടിലൊരു തിയേറ്റർ ഉണ്ടായിക്കണം. അയാളിങ്ങനെ ബോക്സൊക്കെ ഘടിപ്പിച്ച് വലിയ സ്ക്രീനൊക്കെ വെച്ച് TV ഒക്കെ വെച്ചിട്ട് എന്നിട്ട് അയാൾ പോൺ സൈറ്റ് കാണുകയാണ്. അയാൾ വാതിലടച്ചിട്ട് യാദൃച്ഛികമായി ആ വാതിൽ പൊളികളിലൂടെ നോക്കിയപ്പോൾ അവൾ കണ്ടത് അത്രയും മാരകമായ അവർ പേടിച്ച് വിളിക്കണം. അപ്പോൾ അവർ പേര് പറയണില്ല ഭർത്താവിന്, പക്ഷേ വിവരങ്ങൾ പറയുമ്പോൾ നമുക്കും മനസ്സിലാകും, അയാളെ കൃത്യമായി മനസ്സിലാകും. പിന്നെ അയാളുടെ മകൻ കൂടെ വിളിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി ആളെ. ഞാൻ ആലോചിച്ച് നോക്കും നിങ്ങൾ, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. 5 നേരം പള്ളിയിൽ അയാളുണ്ട്, ജമാഅത്തിനുണ്ട്, 2 ഖുർആൻ ക്ലാസ്സുകൾക്ക് അയാൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തേ മനസ്സമാധാനം കിട്ടാൻ ഇതുകൊണ്ടൊരു നല്ല വഴി അയാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ ദുശ്ശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടാൻ പറ്റും. അവിടെ സുഹൃത്തുക്കളെ, ആദ്യമായി എനിക്ക് പറയാനുള്ളത്, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. ഒറ്റ മാർഗമുള്ളൂ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ് ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിക്കുക. അള്ളാഹുവിലും പരലോകത്തിലൊക്കെ വിശ്വാസം അത് വല്ലാത്തൊരു നിർഭയത്വം മനുഷ്യന് നൽകുന്ന ഒന്നാണ്. വിശ്വാസം എല്ലാ നിലക്കും. നമ്മളിപ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എന്തിനെക്കുറിച്ച് ആലോചിച്ചാലും നമുക്ക് സമാധാനം കിട്ടും. ശരിക്കും വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമുക്ക് സമാധാനം ഉണ്ടാക്കും. ഒന്നിപ്പോൾ നരകത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുകയായിരിച്ചു. നിങ്ങൾ നരകത്തെക്കുറിച്ച് അള്ളാഹു അതിഭയാനകമായും അതിഭീകരമായിട്ടേ പറയുള്ളൂ. ഇപ്പോൾ നമ്മുടെ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ചോദിക്കും, അള്ളാഹു ഇത്രമാത്രം കാരുണ്യവാനും കരുണാനിധിയൊക്കെ ആയിട്ട് പിന്നെ ഇത്രയും ഭീകരമായൊരു നരകം ഉണ്ടാക്കാൻ പറ്റൂല. ലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ടുകൾ നരകക്കാർക്ക്. മുഖറനീന ഫിൽ അസ്ഫാദ്, നരകക്കാരെ മുഴുവനും കൂട്ടിക്കെട്ടിയിരിക്കുക. നാറുല്ലാഹിൽ മൂക്കത അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, കത്തിക്കുന്ന അള്ളാഹുവിൻ്റെ അഗ്നി അത് ഹൃദയത്തിലേക്ക് ആളിപ്പടരുക. പിന്നെ അവിടുത്തെ പാനീയങ്ങൾ യശ്വിൽ വുജൂഹ്, മുഖങ്ങളെ കരിച്ചു കളയും. ഫഖത്താം ആഹും, ആമാശയങ്ങളെ ഭേദിക്കും. ഇത്ര ഭയാനകമാകാൻ പറ്റുമോ നരകം? ആ നരകത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് എന്തിനാച്ചാൽ നരകത്തിൽ പോകാതിരിക്കാനാണ്. പേടിണ്ടാകണ ഒരു നരകത്തുനിന്ന് മാത്രമല്ലേ മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കുള്ളൂ. അല്ല ചെന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് തോന്നുകയാണെങ്കിൽ ആരെങ്കിലും ആ നരകത്തെ ഭയപ്പെടൂ. അതുകൊണ്ടാണ് പഠിച്ചവൻ അങ്ങനെ പറഞ്ഞത്.
പിന്നെ മാത്രമല്ല സുഹൃത്ത്, ഇത് കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. എന്താ സമാധാനം എന്ന് അറിയുങ്ങൾ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രോഗിനേറ്റ് കാഷ്വാലിറ്റിൻ്റെ അവിടെ മുന്നിൽ ഏകദേശം ഒരു 8 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. ആ 8 മണിക്കൂറിൽ ഏറ്റവും മിനിമം ഒരു 10-20 പേഷ്യൻസിനെ ഈ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഒന്നും വേണ്ട, അവിടുത്തെ ഒരു കസേരയിൽ ഇരുന്നാൽ മതി. ആ കൊണ്ടുവരുന്ന രൂപങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടല്ലേ ചെറിയ ചെറിയ അസുഖങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ, അതൊക്കെ നമ്മളോട് മറക്കും. പടച്ചോനെ, എന്താ വലുത് കാണുമ്പോൾ ചെറുത് മറക്കും. നരകം മനസ്സ് കണ്ട് വന്നാൽ ഈ ഭൗതിക ജീവിതത്തിലെ പോരായ്മകളിൽ ദുഃഖമെന്നൊന്നില്ല. നമ്മുടെ മനസ്സൊന്നും വരൂല. നരകത്തെ കണ്ണ് കാണുന്ന മാതിരി നടന്നോ? 3 ജ്വാലകളായി ഉയർന്നു പോകുന്ന നരകം. ആ നരകത്തിൻ്റെ നിഴലാണ് പറയുന്നത്, തീയിൻ്റെ നിഴൽ. ലാ ലലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫുർ. കണ്ണ് കാണൂലേ? നല്ല ഉപമകളിലൂടെ, തശ്ബീഹുകളിലൂടെ അല്ല പറഞ്ഞു തരാണ്. ചുവന്ന ഒട്ടകങ്ങൾ കിടക്കുന്ന പോലെ തീപ്പൊരി കിടക്കുക. അത് എന്തിനാ പറയേണ്ടത്? അത് കേട്ടാൽ മതി, സമാധാനം ഉണ്ടാവും. ഈ ലേണിംഗ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ സംഘാടകരാണ്. നമ്മൾ ക്ലാസ്സിന് പലക്കാരും ശ്രദ്ധാപൂർവ്വം ഇരിക്കലില്ല. ഇന്ന് ഇരുന്ന് നോക്കൊണ്ട് സുഹൃത്തുക്കളെ, ഭയങ്കര സന്തോഷകരം. ഭാര്യനെ കൂട്ടിന്ന് വന്നു നോക്കൊണ്ട് നിങ്ങൾ ഒരാഴ്ചക്ക് അവൾ സമാധാനത്തിൽ വീട്ടിലിരിക്കും ഒരായത്ത് കേൾക്കുമ്പോൾ. സ്വർഗം എന്താ? സമാധാനം കിട്ടും. വിശ്വാസിക്ക് സ്വർഗം ഉണ്ട് എന്ന് ഉറപ്പുണ്ടോ? സമാധാനം കിട്ടും. അത് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ? ജീവിതത്തിൻ്റെ അപൂർണതകളാണല്ല. രോഗം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ജീവിതത്തിൻ്റെ അപൂർണതയാണ്. രോഗമുള്ളവന് ജീവിതം ശരിക്കും അനുഭവിക്കാൻ പറ്റൂല, രോഗമുള്ള ആൾക്ക്. അതുകൊണ്ട് സ്വർഗത്തിൽ രോഗമില്ല. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലൂബ്. രോഗമില്ല. ഒരു മലമൂത്ര വിസർജനത്തിൻ്റെ ശങ്ക പോലും അസ്വസ്ഥത ഉണ്ടാക്കും. അതുപോലുള്ള സ്വർഗത്തിൽ ക്ഷീണമില്ല. പൂർണ്ണതയാണ് സ്വർഗം. ജീവിതത്തിൻ്റെ ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. അപ്പോൾ എന്തിനാ സുഹൃത്തുക്കൾ ആ സ്വർഗത്തെക്കുറിച്ച് പറയണത്? ജീവിതത്തിൻ്റെ അപൂർണതകളൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നവന് സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാ ദുഃഖവും പോകും. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് റെസ്റ്റില്ല എന്നല്ലേ നമ്മൾ പറയാം. നിങ്ങൾ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുത്ത് നോക്കി. ഒരു ഞായറാഴ്ച രാവിലെ എന്ത് ചെയ്യാറ്? നിങ്ങൾ എന്തെങ്കിലും പത്രമൊക്കെ വായിച്ച് സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കും ഒരു 8 മണിക്കൂർ. എന്താ സംഭവിക്കാറ്? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മനുഷ്യൻ അവൻ്റെ നെഗറ്റീവുകളെ മനസ്സിക്ക് വരിക. ഞാൻ അന്ന് ആ പരീക്ഷ എഴുതിയില്ല, ആ PSന്റെ ലിസ്റ്റിൽ അവസാനത്തെപ്പോഴേക്കും അത് ലിസ്റ്റ് ക്യാൻസലായി, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് എനിക്ക് അന്ന് പോയി, ആ സ്ഥലം അന്ന് 2 ലക്ഷത്തിന് വിറ്റു, അതുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പനടുത്ത് 20 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും. എന്തൊക്കെ ചിന്തിക്കുക മനുഷ്യൻ. അതൊക്കെ പിശാച് ഇങ്ങനെ ലിസ്റ്റാക്കി തരും. ഒരു വേള ഞാൻ പറയാം, അന്ന് 8 മണിക്കൂർ കഴിയുമ്പോഴേക്കിന് നമുക്ക് ഭ്രാന്തായിട്ടുണ്ടായിരിക്കും. അതാണ് മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ നെഗറ്റീവുകൾ മാത്രം. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ അപൂർണതകൾ, അത് ജീവിതത്തിൻ്റെ അപൂർണതകളാണ്. ഈ ചിന്തിച്ച ലിസ്റ്റ് മുഴുവനും ജീവിതത്തിൻ്റെ അപൂർണതയാണ്, കൈവരിക്കാൻ കഴിയാത്ത അപൂർണതകൾ. ആ അപൂർണതയിലാണ് ഒരു സ്വർഗം. ഈ സ്വർഗം എപ്പോഴാണ് പറഞ്ഞത് നടിച്ചു? നിങ്ങൾ സ്വർഗം എപ്പോഴാണ് പറഞ്ഞത്? വമാ നഖബൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. തീ ഇങ്ങനെ കത്തിച്ചിട്ട് ജീവുള്ള മനുഷ്യന്മാർ അതിലേക്ക് ഇങ്ങനെ വീണ് കുട്ടികളെ അടക്കം എടുത്തു കൊണ്ടുവന്നിട്ട് ഉമ്മാര് വീഴുക. ആ നരകത്തിൻ്റെ രംഗം അള്ളങ്ങനെ മുന്നിൽ കാണിച്ചു തന്നിട്ട് പറയാണ് സ്വർഗമുണ്ട്. ആ നരകത്തിലാണ് താന്നാലേ സ്വർഗത്തിലാണ് പോകുന്നത്. അത് മനസ്സിലുള്ള ആൾക്ക് എന്തെങ്കിലും ഈ ഭൗതിക ജീവിതത്തിൽ എന്തേലും പേടിൻ്റെ സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിൽ എന്താ വെച്ചാൽ ഈ പുതിയ പൗരത്വത്തിൻ്റെ പ്രശ്നമൊക്കെ വന്നാൽ പെട്ടിയും ബാഗൊക്കെ എടുത്തുകൊണ്ട് പോണ രംഗം മനസ്സിൽ നിന്ന് പോകാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മനസ്സിൽ അത് വെച്ചിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളൊരു വിശ്വാസിക്ക് എന്തേലും പ്രശ്നമുണ്ടോ? എങ്ങടെയാണ് പോവാനുള്ളത്? ഈ ലോകത്ത് മരണത്തിനപ്പുറത്തേക്കൊന്നും ആർക്കും നമ്മുടെ മേൽ വിധിക്കാൻ പറ്റൂല. എന്താണ് പറ്റുക? അതാ ഫിറോവിനോട് ചോദിച്ചു. ഒരു വിശ്വാസിന്റെ മനസ്സ് എന്താ പണക്ക് ഞങ്ങൾ ചെയ്യാൻ പറ്റുക? ഈ ദുനിയാവിൽ നിനക്ക് ഞങ്ങളെ മേൽ വിധിക്കാം. എന്താ വിധിക്കാൻ പറ്റുക? ഒരു ഫിറോവിന് മരണം. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു വിശ്വാസിക്ക് എന്താ ഈ ലോകത്ത് പേടി? ഒരു പേടിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, സ്വർഗം
അതിങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിക്ക് സമാധാനം കിട്ടും. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. സ്വർഗം ഒരു വിരുന്നായി നാളെ പരലോകത്ത് കിട്ടുക. അതിനേക്കാളും വലുത് എന്താ സുഹൃത്തുക്കളെ? ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ വഫവാകിഹ മിമ്മാ യശ്തഹൂൻ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. ആഗ്രഹിക്കണമൊക്കെ കിട്ടുന്ന പഴങ്ങളുള്ള അല്ല നിങ്ങൾ തിന്നോളിയും, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണെന്നൊരു സ്വർഗം. ഇപ്പോൾ സ്വർഗം ചിന്തിച്ച സമാധാനം കിട്ടും. കേൾക്കാൻ നേരം വേണ്ടേ സുഹൃത്തുക്കളെ? ഇതിങ്ങനെ തിരിച്ചു മറിച്ചു കൊടുത്ത് 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരായത്ത് കാണാതെ പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു ലേണിംഗ് ക്ലാസ്സിൽ 10 മിനിറ്റ് ഇരിക്കാൻ ഇഖ്ലാസോടുകൂടെ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന സുഖവും സമാധാനം ചെറുതല്ല. അതൊക്കെ നമുക്ക് മനസ്സിലാകണം. ഇത് മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന നമുക്ക് ഇതിൻ്റെ ഫലവും പ്രയോജനവും മനസ്സിലാകണം. സത്യത്തിൽ ഈ വിശ്വാസ കാര്യങ്ങളൊക്കെ ഇനി പടച്ചോനെക്കുറിച്ചോ അവൻ്റെ ഇസ്മുകളിലൂടെ നമ്മൾ അറിയാം. അസ്മാ ഉൽ ഹുസ്ന, അള്ളാൻ്റെ നാമങ്ങളിലൂടെ അള്ളാനെ അറിയാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കൾ, വെറുതെ ഞങ്ങളോട് പറയാം, റഹ്മാൻ അള്ളാഹുവിനൊരു പേരില്ല, റഹ്മാൻ. എന്താ അതിൻ്റെ അർത്ഥം? കാരുണ്യത്തിൻ്റെ വിശാലതയാണ്. അത്രയും വിശാലമായ ഒരു കാരുണ്യത്തിൻ്റെ നാമം ഉണ്ടാകുമ്പോൾ എന്തിനാണ് റഹീം എന്നൊരു നാമം? വെറുതെ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തിനാ റഹീം? റഹീം എന്ന് പറഞ്ഞാൽ എന്താ അറിയുക നിങ്ങൾ? അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് സ്നേഹം കൊടുക്കാനുള്ള പേരാണ്. നമുക്ക് സമാധാനം ഉണ്ടാക്കൂലേ? നിസ്കാരം നോമ്പൊക്കെ ഉള്ള നമുക്ക് സ്നേഹം തരാൻ അള്ളാഹു മറ്റൊരു നാമത്തെ സ്വീകരിച്ചിരിക്കുന്നു. എത്ര സ്ഥലത്താ ഖുർആനിൽ റഹീം? എല്ലാ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും സ്നേഹവും കരുണയും കൊടുക്കുമ്പോൾ നമുക്ക് സ്നേഹം തരാൻ വേണ്ടി മാത്രം ഒരു പേര്. നമ്മളെന്തിനാ പേടിക്കണം സുഹൃത്തുക്കളെ? അള്ളാഹ്ക്ക് വഴിപ്പെട്ടവർക്ക് പ്രത്യേകം സ്നേഹം അവൻ കൊടുക്കും. അള്ളാഹനെ അറിഞ്ഞാൽ സമാധാനമുണ്ടാകും. നിസ്കാരം കഴിഞ്ഞുള്ള ദിക്റൊന്ന് അർത്ഥറിഞ്ഞ് ചെല്ലിയാൽ അടുത്ത വക്ത് വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് ഇങ്ങനെ ചെല്ലിപ്പോവാണ്. അർത്ഥറിഞ്ഞ് ചെല്ലണം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാരക്ത യാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നെന്നാണ് സമാധാനം. മനസ്സിലെ എല്ലാ ചിന്തകളെയും വെട്ടിമാറ്റുന്ന വാക്കാണ് അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത് വലാ മുഅതി അലിമാ മനഅത്. അല്ലാഹുവേ, എന്തെല്ലാം വന്നോ അതൊക്കെ വരാനുള്ളത്. ഇനി എന്തെല്ലാം വരാനുണ്ടോ അത് നീ തടുത്താൽ വരില്ല. നീ തടുക്കുന്നില്ലെങ്കിലും ആർക്ക് തടുക്കാൻ പറ്റും? ആർക്കും തടുക്കാൻ പറ്റൂല. പിന്നെ എന്താ സുഹൃത്തുക്കളെ ദുഃഖം? അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞാൽ മതി. സ്വർഗം മനസ്സിലുണ്ടായാൽ മതി, നരകം മനസ്സിലുണ്ടായാൽ മതി. ഒരു പേടി ഇവിടെ പേടിക്കല്ല. എന്തേ പറഞ്ഞു? ഈമാൻ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമ്. ശരിക്കും അടിവരട്ട് മനസ്സിലായിക്കോളി. ഈമാൻ്റെ കൂടെ ലുൽമുണ്ടാകരുത്. എന്താ ലുൽമ് സുഹൃത്തുക്കളെ? ഇന്ന ഷിർക്കല ലുൽമുന്നതിം ഷിർക്ക്. അപ്പം നമുക്കൊരു സമാധാനം. ഷിർക്കില്ലല്ലോ. എന്താ സമാധാനം കിട്ടാത്തത്? ഷിർക്കില്ലാതിരുന്നിട്ട് എന്തേ സമാധാനം കിട്ടാത്ത? അസ്ലേ പൂർത്തിയായിട്ടുള്ളൂ. തൗഹീദ് ഉണ്ട് പറഞ്ഞാൽ അസ്ല് പൂർത്തിയാവും, അടിസ്ഥാനം പൂർത്തിയാവും. എന്താ സുഹൃത്തുക്കളെ? നാസിർ ഉസ്താദ് റഹ്മുല്ല പറഞ്ഞു, ഒരു തെറ്റും ചെയ്യാതിരിക്കുക. ഓനൊരു പേടി ഉണ്ടാവില്ല. ആ മനസ്സാണ് സന്തോഷത്തിൻ്റെ മനസ്സ്. തെറ്റ് ചെയ്യാത്ത അവസ്ഥയിൽ നിർഭയനായിരിക്കുന്നതാണ്. എത്ര തെറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് പ്രയാസം ഉണ്ടാവും. ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കാൻ പോയ പള്ളിയായിട്ട് എൻ്റെ പെർമിഷൻ കിട്ടിയ പുതിയൊരു പള്ളിയാണ്. പള്ളി ഉദ്ഘാടനം മുതൽ അത് കാണണമെന്ന് ആഗ്രഹിച്ചൊരു പള്ളിയിലായിരുന്നു. പള്ളി ചെന്നപ്പോൾ എനിക്കൊരു വല്ലാത്ത സന്തോഷം. എന്താ അറിയോ? പള്ളീൻ്റെ പുറത്ത് മഗ്‌രിബി ജമാഅത്തിൻ്റെ സമയത്ത് തന്നെ എത്തിയത്. പുറത്തൊക്കെ നിറച്ച് ലൈറ്റ്, അതിലേറെ അതിൻ്റെ ഉള്ളിലെ ലൈറ്റ് സംവിധാനങ്ങളാണ്. നമ്മൾ ഏതോ ഒരു ലോകത്തെത്ത് പോലെ. വെളിച്ചം മനുഷ്യൻ്റെ മനസ്സിനുണ്ടാക്കുന്ന മാറ്റം വല്ലാത്തൊരു മാറ്റമാണ്. വെളിച്ചത്തിൻ്റെ ആ ദീപ്തിണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഇരുട്ട് നമുക്കുണ്ടാക്കുന്ന ആശങ്ക വെറുതെ. ആ വെളിച്ചത്തിൻ്റെ ശക്തി. ഞാൻ അവരോട് പറഞ്ഞു, ഈ ലൈറ്റൊക്കെ കണ്ട് ഓഫാക്കിയാൽ നമ്മളെ മനസ്സപ്പണ്ട് ഓഫാവും. ലൈറ്റ് കണ്ട് ഓഫാകുമ്പോൾ മനസ്സാണ്ട് ഓഫാവും. നിങ്ങൾക്കറിയാം, ഒരു തെറ്റാണ് ചെയ്യണവർ കൂടെ മനസ്സിൻ്റെ വെളിച്ചം കേടും. രാവിലെ നല്ലോണം കുളിച്ചൊരുങ്ങി നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു നോട്ടം പഴച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ ഇരുട്ടായി. ഒരു നോട്ടം പഴച്ചാൽ അന്നത്തെ ദിവസം ഇരുട്ടായി. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമ് ഉലൈക ലഹുമുൽ അംൻ. അവർക്ക് നിർഭയത്തുണ്ട്. വഹും മുഹ്തദുൻ. അവരാണ് സന്മാർഗികൾ. തെറ്റുകൾ ചെയ്യാതെ ഈമാനിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ സുഹൃത്തുക്കളെ,
നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, പണ്ടത്തെ കാലമല്ല. പണ്ടത്തെ കാലത്ത് എന്താ നിങ്ങൾ ആൾക്കാർ കണ്ണാവെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തെറ്റ് ചെയ്യൂല. നിങ്ങളിപ്പോൾ ഒരു തിയേറ്ററിൽ പോയൊരു സിനിമ കാണോ? മഞ്ചേരി തിയേറ്ററിൽ കയറിയൊരു സിനിമ കാണോ നിങ്ങളാരെങ്കിലും? ഒരിക്കലും സാധ്യതയല്ല. പക്ഷെ യൂട്യൂബ് കാണും. എന്താ യൂട്യൂബ് കാണുന്നത്? യൂട്യൂബിൽ കണ്ട ആരും കാണൂല. അതന്നെ പ്രശ്നം. അത്രേ വ്യത്യാസമുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ ചില തെറ്റുകൾ നമ്മൾ ചെയ്താൽ അത് നമ്മളെയും കൊണ്ടേ പോവുള്ളൂ സുഹൃത്തുക്കളെ. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. ചെയ്ത തെറ്റ് അവിടെ കിടക്കും. അതിൻ്റെ പണയത്തിലാണ് നമ്മൾ. തെറ്റുകൾക്ക് വളരെ വലിയ വില നൽകേണ്ടി വരും. ഇപ്പോൾ ഒരു 14-15 വയസ്സാകുമ്പോഴേക്കിന് വൈകാരികമായ ചിന്തകൾ വരും നമുക്ക്. പെൺകുട്ടികൾക്ക് 9 വയസ്സിലും 10 വയസ്സിലൊക്കെ എന്ത് ചെയ്യും? മെൻസസ് ആവും. ആൺകുട്ടികൾക്ക് ഒരു 12-14 വയസ്സാകുമ്പോഴേക്കിന് ഈ ചിന്തകൾ വരും. വലിയ ഹോമോസെക്സിനൊക്കെ വിധേയമായ ചെറുപ്പത്തിൽ അങ്ങനത്തെ വല്ല വേണ്ടാത്തരത്തിനോ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും മാസികകളോ അല്ലെങ്കിൽ ക്ലിപ്പുകളോ ഒക്കെ കാണിച്ചു തരും. അങ്ങനെ കൃത്രിമമായി നമ്മളിൽ വൈകാരികതകൾ സൃഷ്ടിച്ചു കൊടുത്താൽ ആ ചിന്ത 10-ാം വയസ്സിലും 9-ാം വയസ്സിലൊക്കെ തന്നെ പെണ്ണുങ്ങളെ നോക്കാനും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ തുടങ്ങും മനുഷ്യൻ. ഇതിങ്ങനെ തുടങ്ങിയാൽ എന്താണെങ്കിൽ ഇതൊരു ശക്തമായ പ്രചോദനമാണ്. ഇത് നിർവഹിക്കാതിരിക്കാൻ പറ്റൂല. മനസ്സിൽ ഇതിന് പ്രചോദനം ഉണ്ടായത് നിർവഹിക്കണ്ടേ. അപ്പോൾ അത് നിർവഹിക്കാനുള്ള വഴികൾ തേടുമ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് നിർവഹിക്കാനുള്ള വഴികൾ എന്താണ്? ഒന്നില്ലെങ്കിൽ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഹോമോസെക്സ്. അപ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നവരെങ്കിൽ ഇങ്ങനത്തെ വലിയലും പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് ശീലങ്ങളായി മാറും. എത്രമാത്രമാണ് ആ ശീലത്തിൻ്റെ മാരകാവസ്ഥ പറഞ്ഞാൽ, നിംഹാൻസിൽ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 28 വയസ്സായ ചെറുപ്പക്കാരനോട് ഞാൻ സംസാരിച്ചു. ഓൻ കടുത്ത സൈക്കാട്രിക് പേഷ്യൻ്റാണ്. ഓന് വന്നത് മാസ്റ്റർ ഭാഷൻ കൊണ്ട് മാത്രം ഭ്രാന്തായ ഒരാൾ. എന്നാൽ നിംഹാൻസിൽ ഒരു മാസം ചികിത്സിച്ചിട്ട് മാസ്റ്റർ ഭാഷൻ മാറിയോ? മാറിയിട്ടില്ല. അത് മാറാതവൻ്റെ രോഗം മാറും. ഓനെ കാണണം. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. കാരണം ഒരു ദിവസം 3 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ ചെയ്യും. അഡിക്ഷൻ അങ്ങനത്തെ അഡിക്ഷനാണ്. എന്തായിരിക്കും ജീവിതത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ സുഹൃത്തുക്കളെ, ഇതൊന്നും ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാതെ നമുക്കൊന്നും ഒരു സമാധാനവും മനസ്സിൽ കിട്ടൂല. നമ്മളിങ്ങനെ പള്ളിയിൽ പോകും, നിസ്കരിക്കുകയൊക്കെ ചെയ്യും. ഈ ഹറാമുകളൊക്കെ മറ്റൊരു ഭാഗത്ത് നടക്കും. അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കണോ? ഒറ്റ കാര്യമുള്ളൂ, പാപരഹിതമായി ജീവിക്കുക. ഞാൻ പറയണതല്ല സുഹൃത്തുക്കളെ, മനസ്സിനെ പഠിപ്പിച്ച വനഫ്സിൻ വമാ സവ്വാഹ വസ്സമാഇ വമാ ബനാഹ വനഫ്സിൻ വമാ സവ്വാഹ. ഈ പ്രപഞ്ചത്തെ, സങ്കീർണമായ പ്രപഞ്ചത്തെ ആരാണോ പടച്ചത്, ആ പടച്ചോനാണ് ഈ സങ്കീർണമായ മനസ്സിനെ സൃഷ്ടിച്ചത്. ആ മനസ്സ് സമാധാനത്തോടെ കിടക്കാൻ ഇന്ന അലൈനാലൽ ഹുദ വ ഇന്ന ലനാലൽ ആഖിറത വൽ ഊല, പടച്ചോൻ പറഞ്ഞതനുസരിച്ച് മാത്രമേ ആ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് ദുൽമില്ലാത്ത, പാപമില്ലാത്ത ജീവിതം സുഹൃത്തുക്കൾ നയിക്കുക. അറിയോ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം, ഭൗതികമായ ആസ്വാദനം എന്താണെന്ന് വെച്ചാൽ അത് സെക്സാണ്, ലൈംഗികതയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഭാര്യമാരും സുഗന്ധവുമാണെന്ന്. ഭാര്യമാരെന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ? ഭാര്യമാർ ഏറ്റവും എന്നാൽ ഈ സെക്സ് പൂർണ്ണമായി അനുഭവിക്കാൻ ആർക്കാ പറ്റുമെങ്കിൽ അവിഹിതങ്ങളില്ലാത്തവർക്കേ പറ്റുള്ളൂ. എത്രയോ ആളുകൾ തങ്ങളുടെ ഭാര്യയെ ഉപയോഗപ്പെടുത്തുന്നത് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചിട്ടാണ്. അവർക്കൊന്നും സെക്സിൻ്റെ ഒരാസ്വാദനവും കിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചു പോകുക എന്നുള്ളതിൻ്റെ പരസ്യങ്ങൾ കാണുകയല്ലേ, അതിനുള്ള ചികിത്സ ഉണ്ട് കാരണം പരസ്യം കണ്ടില്ല നിങ്ങൾ എല്ലാ സ്ഥലത്തും. ഒരു വലിയ വിഭാഗം ആളുകളുടെ അസുഖമാണ്. ഈ അസുഖം ലൈംഗികമായിട്ടുള്ള എന്താ പറയുക, അറിവില്ലായ്മകളെ കൊണ്ടും വൈകൃതങ്ങളെ കൊണ്ടും അവിഹിതങ്ങളെ കൊണ്ടും മാത്രം വരുന്നതാണ്. അതൊരു അസുഖമേ അല്ല, മനസ്സുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അത് ശരിക്കും എന്താ വെച്ചാൽ സുരക്ഷിതമായ ഒരു ലൈംഗിക ജീവിതത്തിൽ മാത്രമേ വിജയകരമായ ഒരു സെക്സ് നടക്കുള്ളൂ. അതുകൊണ്ടാണ് പടച്ചോൻ നമുക്ക് കൃത്യമായിട്ട് വരച്ചിട്ട് തന്നില്ലേ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ ഫമനിബ്തഗാ വറാഅ ദാലിക്. സ്വന്തം ഭാര്യമാർ സുഹൃത്തുക്കളെ, അതൊരു വല്ലാത്ത സംഗതിയാണ്. ഇത്ര പരസ്യമായിട്ട് പറയാൻ പറ്റൂല, പക്ഷെ എന്നാലും നിങ്ങളോടാണിത് പറയേണ്ടത്. പിന്നെ അത് എവിടുന്ന സുഹൃത്തുക്കളെ പറയാം, അതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പല ആൾക്കാരും പറയാം എന്താ വെച്ചാൽ
പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് അത്രയൊരു താല്പര്യമില്ല, അവൾക്കിതിലൊന്നും താല്പര്യമില്ല, അതാണ് എൻ്റെ പ്രശ്നം, ഞാൻ വേറൊരു കല്യാണം കഴിച്ചാലോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കും. ഇപ്പോൾ ഒരു സുഹൃത്ത് ഇതേപോലെ എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ ഒരു ഭയങ്കര ഈ സെക്സ് നിർവഹിക്കാൻ കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ആകെ എന്ത് ചെയ്യും, ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ നാടുകളിലൊക്കെ ചുവന്ന തെരുവുകൾ ഉണ്ടാക്കിയത്, റെഡ് സ്ട്രീറ്റുകൾ ഉണ്ടാക്കിയത് എന്തിനാ നിങ്ങൾ, ഈ ജോലിക്കാരും ആളുകളൊക്കെ അവിടെ സെക്സ് നേരെ നടന്നില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും, അസ്വസ്ഥരാകും. അപ്പോൾ അവരുടെ കമ്പനിനെ ബാധിക്കും, ജോലിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടാണ് ഈ വ്യഭിചാരം അവിടെ എന്ത് ലിബറലായിട്ട് അനുവദിച്ചത്. സത്യത്തിൽ അതിലൊരു ശരിയുണ്ട്, എന്താ വെച്ചാൽ സെക്സ് ശരിക്കും നിർവഹിക്കണം. അത് നിർവഹണം നടന്നില്ലെങ്കിൽ എന്താ, നമുക്ക് ജീവിതം തന്നെ അസ്വസ്ഥമായി തീരും. അപ്പോൾ അതിനെന്താ സുഹൃത്ത്, അപ്പോൾ അതിനെന്താ പറയണത്, ഭാര്യയ്ക്ക് താല്പര്യമില്ല, അവൾ തയ്യാറല്ല. അങ്ങനെ ഒരുത്തം പറഞ്ഞാൽ അവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നമ്മൾ പറയാം. ഇൻഫെർട്ടിലിറ്റിൻ്റെ ഡോക്ടർ ഒരിക്കൽ എന്നോട് സംസാരിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞു, കുട്ടികളില്ലാത്തൊരു ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ കൗൺസിലിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് ആദ്യം ചോദിക്കുക എന്താ അറിയോ, വിജയകരമായ സെക്സ് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഒരു 10% ആൾക്ക് തന്നെ 10 കൊല്ലം പിന്നിട്ടിട്ടും വിജയകരമായി സെക്സ് നടത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ എത്ര അജ്ഞരാണ് സുഹൃത്തുക്കളെ ആളുകൾ ഇതിനെ പറ്റിയിട്ട്. ഒരു കാര്യം പറയാം, ഏതെങ്കിലും ഒരുത്തർ അങ്ങനെ, അപ്പോൾ ഞാൻ അയാൾ പറഞ്ഞു, എന്താ നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രശ്നം എന്താ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അയാൾക്ക് ഇതിനെ പറ്റി ഞാൻ പറഞ്ഞു, ഒരിക്കലും എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന പോലെ, ഒരു ചായ എടുക്കാൻ വേണ്ടി പറയണ പോലെ ഭാര്യയോട് പറയേണ്ട ഒരു ഏർപ്പാടല്ല സുഹൃത്ത്. ഇതിന് മുഖദ്ദിമാത്തുണ്ട്. അതായത് നിങ്ങളുടെ അവിഹിത ബന്ധങ്ങൾ നടത്തുന്നവരുടെ മൊബൈൽ ഫോൺ നോക്കിയാൽ അതിൽ എന്താ ഉണ്ടാകുക, അന്യ പെണ്ണുങ്ങൾക്ക് ചാറ്റ് ചെയ്യണം പോലെ എന്താ പറയുക, ഒരു സെക്സാ പറയാ. ഇങ്ങനത്തെ ഒരു സെക്സ് എപ്പോഴെങ്കിലും നിങ്ങൾ ഭാര്യനോട് പറഞ്ഞിട്ടുണ്ടോ? പറയണില്ല. അപ്പോൾ എന്താ, ആ സെക്സുകളിലൂടെയാണ് അത് ലൈംഗികതയിലേക്ക് എത്തുന്നത്. അത് വ്യഭിചാരത്തെക്കുറിച്ച് പോലും പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ് അൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വ്യഭിചാരമാണ്. അവസാനം എന്താണ്, യുസദ്ദഖുൽ ഫർജ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഗുഹ്യസ്ഥാനം അത് സാക്ഷാത്കരിക്കുന്നു. നമ്മുടെ ലൈംഗികമായിട്ടുള്ള പ്രചോദനങ്ങളുടെയും പ്രേരണകളുടെയും സാക്ഷാത്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയും ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ ഇത് നിർവഹിക്കാതെ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് ഭാര്യമാരെത്തും. ഞാൻ പറയണത് ഇതൊക്കെ പുറത്തേക്ക് പോവുക. അവനവൻ്റെ ഭാര്യമാരെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരുത്തന് ലൈംഗികമായ ഒരു കാര്യത്തിനും എവിടെയും പോകേണ്ടി വരില്ല, ഒന്നും ചെയ്യേണ്ടി വരില്ല. അത് വിവാഹം കൊണ്ട് പരിഹരിച്ചിരിക്കണം. അഗല്ലുലിൽ ബസർ അഹ്സനുലിൽ ഫർജ്. കല്യാണം നിക്കാഹാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും മറ്റൊരാളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരില്ല. അത്രമാത്രം സൂക്ഷ്മത നമ്മുടെ ഈ സെക്സിൽ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ വരുത്തുക. സുഹൃത്തുക്കൾ, വലിയ നഷ്ടം ഉണ്ടാവും. ഒരു കുടുംബജീവിതം വിജയിച്ചില്ലെങ്കിൽ അതിനേക്കാളും വലിയ നഷ്ടം എന്താണ്? ഇനി ഒന്നും വേണ്ട, ഇതൊന്നും നിർത്താത്ത ആൾക്കാരോട് ഞാൻ പറയാ, നിർത്താത്തവരിങ്ങൾ കുടുങ്ങും. എപ്പോഴാണ് കുടുങ്ങുക നിങ്ങൾ? ഈ ഫോണിനെ പറ്റി നിങ്ങളെക്കാളും അറിയും നിങ്ങളെ കുട്ടികൾക്ക്. ഇപ്പം ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ ഭാര്യമാർക്ക് വലിയ അന്തം ഉണ്ടാവില്ല. ഈ കുട്ടികൾ ഫോണിൽ നിന്ന് ഇയാൾ ചാറ്റ് ചെയ്യണത് പിടിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉമ്മാക്ക് കൊടുക്കും. എത്ര കേസാണ് നമ്മുടെ മുന്നിൽ അറിയുന്നത്? നമ്മൾ വിചാരിച്ചത് ആരും കാണില്ല എന്ന്. യൂട്യൂബിൽ ഇവിടെ പോണ സൈറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഒരു 10ാം ക്ലാസ്, ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ മാനസിക അസ്വാസ്ഥ്യമായിട്ടൊരു കൗൺസിലർ എടുത്ത് വന്നു. അപ്പോൾ ആ കൗൺസിലറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നു? എന്താ പ്രശ്നം എന്താ നിങ്ങൾ? 7ാം ക്ലാസ് പഠിക്കുന്ന മോള് വാപ്പൻ്റെ ചാറ്റിങ് കണ്ടതാണ്. അപ്പോൾ ചാറ്റിങ് കാണാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അവൾ ഫോൺ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൾക്ക് അറിയില്ല എന്നാണ് ഇയാൾ വിചാരിച്ച്. ഇത് ഉമ്മാനോട് പറഞ്ഞാൽ വാപ്പിയമ്മയും തെറ്റും അല്ലേ, പറയാൻ പറ്റൂല. വാപ്പനോട് ചോദിക്കാൻ അവൾക്ക് ധൈര്യമില്ല. എന്താണ് അവൾ മനസ്സിൽ വെച്ചപ്പോൾ അവൾക്ക് മാനസികമായി, ഡിപ്രസ്ഡായി. അവസാനം എന്താ ഉണ്ടായത് നിങ്ങൾ? ഈ കൗൺസിലർ ചോദിച്ചു, ഇനി എന്താ ചെയ്യുക? അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞാൽ ആ കുട്ടി അത് കാണുമെന്ന് അയാൾക്ക് അറിയില്ല. എത്ര മാരകമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അവിഹിതമുണ്ട് അല്ലെങ്കിൽ പോൺ സൈറ്റ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മരിക്കണത് വരെ നിങ്ങൾ അംഗീകരിക്കാൻ അവൾക്ക് പറ്റൂല. അത് പിടിക്കപ്പെട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇതൊക്കെ വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ വരുത്തും. ബോധ്യപ്പെടുമ്പോൾ വേഗം തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങുക. അപ്പോൾ പാപരഹിതമായ ജീവിതം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാനിൽ തെറ്റുകരാതെ, പാപം കലരാതെ ജീവിച്ചാൽ നിർഭയത്വവും സമാധാനവും നമുക്ക് ലഭിക്കുമെന്നാണ് സുഹൃത്തുക്കളെ അള്ളാഹു പറയുന്നത്. അത് നമ്മൾ അംഗീകരിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ജീവിതം എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതമാണ്. എല്ലാ സന്തോഷവും ദുഃഖവും അതിനെ കേന്ദ്രീകരിച്ചാണ് നല്ല സമാധാനപരമായൊരു കുടുംബജീവിതം നയിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഏറ്റവും അധികം സമാധാനം കിട്ടുകയാണെന്ന് ഈ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഷെയർ. ആണ് പെണ്ണിനോട് പറയാം, പെണ്ണ് ആണിനോട് പറയാം.
ഇന്ന് നടക്കുന്ന എല്ലാ പ്രേമങ്ങൾക്ക് പിന്നിലുള്ളത് എന്താ നിങ്ങൾ? ഈ പ്രേമമായി കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ ആൺകുട്ടികളെ വിശ്വസിക്കാനുള്ള കാരണം ഇവരെപ്പോഴും ഷെയർ ചെയ്യണത് അവരുടെ പ്രോബ്ലംസാണ്. പാപ്പൻ്റെ പ്രശ്നം, ഉമ്മൻ്റെ പ്രശ്നം, പേഴ്സണൽ പ്രശ്നം, ഇതൊക്കെയുള്ള ആളുകൾ വളരെ ശക്തമായിരിക്കും അവരുടെ പ്രേമം. ആണും പെണ്ണും തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ വല്ലാത്ത സമാധാനം കിട്ടും. നിങ്ങൾ ഭാര്യമായിട്ട് സംസാരിക്കലുണ്ടോ സുഹൃത്തുക്കളെ? ശരിക്കും സംസാരിക്കലുണ്ടോ? വഴക്കാണ് എല്ലാ വീട്ടിലും. വെയ്ക്കുമ്പോൾ കയറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും 4 റൗണ്ട് കരച്ചിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഭാര്യ. അതാണ് മിക്കവാറും കുടുംബജീവിതം. എങ്ങനെ പറയുന്നേ? കുറേ ചെറുപ്പക്കാരെ വെറുതെ ഇങ്ങനെ പറയാം, ഭാര്യനെ പറയാം. അവനാൻ എന്തെങ്കിലും ടെൻഷനോ സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ പെണ്ണുങ്ങളെങ്ങനെ ചീത്തറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതാ പരിപാടി. എന്നിട്ട് അതിലൊരു സമാധാനം. എന്നിട്ട് അതിറ്റ് ഇങ്ങനെ കരഞ്ഞ് ഇടങ്ങാറായിരിക്കും. എത്ര കുട്ടികളാണ് അങ്ങനെ ഉള്ളത്? അതല്ല സുഹൃത്തുക്കളെ, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. സമാധാനം എപ്പോഴാ കിട്ടുക? നിങ്ങൾ ഭാര്യനോട് വർത്താനം പറയുമ്പോൾ എത്ര ഇഷ്ടമുണ്ട്. ചില സ്ത്രീകൾ പറയും, ഒന്നുമില്ല, ഒരു 2 മിനിറ്റ് അയാളോട് സമാധാനത്തിൽ വർത്തമാനം പറയാൻ ഒരവസരം കിട്ടിയത് വേറൊന്നും എനിക്ക് ജീവിതത്തിൽ ആഗ്രഹമില്ല. സുഹൃത്തുക്കൾ, അതൊക്കെ വേണ്ട ഒരു കാര്യമാണ്. ഹൃദയം തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് ഓർമ്മല്ലേ, വിവാഹം കഴിഞ്ഞതിൻ്റെ ആദ്യ രാത്രിയിൽ ആരും ഉറങ്ങിയില്ല. ഉറങ്ങാതിരുന്നത് എന്തിനാ സുഹൃത്തുക്കളെ? സെക്സിന് വേണ്ടി അല്ല, വർത്താനം പറയാൻ. ആ രാത്രി മുതൽ ലേറ്റ് അണക്കാതെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രകൃതി എന്താണെങ്കിൽ, അപ്പോൾ നമുക്കിടയിൽ ഒരു പ്രശ്നമില്ല. 1ാമത്തെ ദിവസമല്ലേ, നമ്മൾ പരസ്പരമുള്ള ഇടപാടുകൾ ആരംഭിച്ചിട്ടില്ല. അന്ന് 25 കൊല്ലത്തെ ചരിത്രം ഒരു രാത്രി കൊണ്ട് നാം പറഞ്ഞു. 19 കൊല്ലത്തെ കഥകൾ അവളും പറഞ്ഞു. ആ കഥ തുടരേണ്ടിയിരുന്നു. അത് തുടരാനാണ് ദാമ്പത്യം. ഷെയർ ചെയ്യാന്നല്ലാതെ വേറെ സമാധാനത്തിന് വേറെ പ്രശ്നമില്ല. ഒരാളോട് ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോണ സമയത്ത് എന്ത് വെച്ചാൽ ഈ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ ഇട്ടിട്ട് ഇവർ പറയണതൊക്കെ ഇങ്ങനെ കേൾക്കും. നമ്മളൊരു മറുപടിയും പറയണ്ട, കേട്ടാൽ മാത്രം മതി. അതാണ് ഷെയറിങ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സുഹൃത്തുക്കൾ കുറച്ച് സമയം കൊടുക്കുക. ഈ ഭാര്യമാർക്ക് സമയം കൊടുക്കാത്ത ഞങ്ങൾ ഈ സംഘടനാ പ്രവർത്തകന്മാരുടെയൊക്കെ ഞാൻ പറയണം, നിങ്ങൾക്ക് എപ്പോഴാണ് നേരം, നിങ്ങൾക്ക് എപ്പോഴാണ് നേരം എന്ന് ചോദിക്കും. ഇപ്പം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് കുറച്ചിന്നെ ഈ വഴി കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ കൂടെ കയറി. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഇതിൻ്റെ ഒരു ചെറുപ്പക്കാരങ്ങളെ പ്രായത്തിൽ ഒരാളിനോട് പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എവിടേക്കും പോകാനായക്കൊലുകൾ എപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ വേണം എന്നാണ്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, അയാളുടെ എഞ്ചിനീയറാണ് തോന്നുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഒരു ഓഫീസ് ഇട്ടു എന്ന് വിചാരിച്ചു. ഓഫീസ്, നിങ്ങൾക്ക് ഒരു ഓഫീസ്. അപ്പോൾ ഓഫീസ് ഇട്ട് അവിടെ സ്റ്റാഫിനെയൊക്കെ വെച്ചു. പക്ഷെ ആ സ്റ്റാഫ് എന്താകാറില്ല, നിങ്ങളെ വിളിക്കലില്ല, ചോദിക്കലില്ല, നിങ്ങൾ എപ്പോഴാണ് വരിക, സാർ ഇതിങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഒന്നും ചോദിക്കണില്ല. ഓലങ്ങനെ നടത്തിക്കൊണ്ടുപോവുകയാണ്. എന്തേ കാരണം സ്ഥാപനത്തിൻ്റെ അവസ്ഥ? നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കണം അവർ. എന്തിനാണ്? നിങ്ങളുടെ സംഗതികൾ അങ്ങനെ നടന്നു പോകണമെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഭാര്യ ഇപ്പം എയിലച്ച പോയിക്കോട്ടെ, വരികയാണെങ്കിൽ വന്നോട്ടെ എന്നാണെങ്കിൽ എന്താ അതിൻ്റെ അവസ്ഥ? നിങ്ങളെ വേണം. മോക്ക് സുഖമല്ല, നിങ്ങൾ വേണം. കുറച്ച് നേരം നിങ്ങളിപ്പോൾ എനിക്ക് പുറത്തേക്ക് വരണം. ഭാര്യ ആ വേണം എന്ന ചിന്താഗതിയെ നിങ്ങൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. പിന്നെ എന്താ പരിഹാരം തരങ്ങൾ? ഒരു സമയം നമ്മൾ കൊടുക്കുക, ഒരു പ്രശ്നമുള്ള സമയം കൊടുക്കുക. രാവിലെ നമ്മളെ വ്യായാമമൊക്കെ കഴിഞ്ഞ് വന്നാൽ 2 മണിക്കൂർ ഞാൻ അവിടെ ഉണ്ടാവും, അടുക്കളയിൽ ഉണ്ടാവും അവളൊപ്പം. എന്താ പ്രശ്നം? വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ആ കുട്ടികളെ എടുത്ത് സഹായിച്ച് കൂടെ നിന്നാൽ എന്തൊരു അപ്പോൾ അവൾക്ക് സമാധാനമാണ്. എന്ത് രാവിലെ ആ 2 മണിക്ക് നിങ്ങൾക്ക് മീറ്റിംഗ് ഇല്ല, സെക്രട്ടേറിയറ്റ് ഇല്ല, ഒന്നുമില്ലല്ലോ. 2 മണിക്കൂർ ഒരു സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം കൂടി കൊടുക്കുക. ഒരിക്കലും ആ ഭാര്യയും മക്കളുമൊത്ത് നമ്മൾ ബന്ധപ്പെടാത്തിടത്തോളം കാലം, വർത്താനം പറയാത്തിടത്തോളം സമയം, അല്ലെങ്കിൽ ആഴ്ചക്കൊരു ദിവസം, ബുധനാഴ്ച മഗ്‌രിബ് കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. അന്നൊരു പരിപാടിയില്ല. അപ്പം അന്നത്തെ സെക്രട്ടേറിയറ്റ് പറഞ്ഞപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ബുധനാഴ്ചകൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ചൊവ്വാഴ്ചയൊക്കെ, ബാക്കിയുള്ളവർക്കൊന്നും ചൊവ്വാഴ്ച പ്രശ്നമില്ല. അപ്പോൾ എന്ത് ബുധനാഴ്ചയാണ് ഇങ്ങനെ ഒരു ദിവസത്തെ ഒരു വൈകുന്നേരം നമ്മളെ മക്കൾക്കും കുട്ടികൾക്കും ഫ്രീ ആക്കിയാൽ പഠിച്ചോൻ ചോദിക്കുക നമ്മളോട്. ഫ്രീ ആക്കിയില്ലെങ്കിലേ പഠിച്ചോൻ ചോദിക്കാൻ വേണം. നമ്മളത് നിർവഹിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ദാമ്പത്യത്തിലൂടെയും ഷെയറിങ്ങിലൂടെയാണ് സന്തോഷം. കുടുംബമാണ് സന്തോഷം, നമ്മുടെ ഭാര്യയാണ് സന്തോഷം, നമ്മളെ ഭർത്താവാണ് സന്തോഷം. ആ സന്തോഷം ആസ്വദിച്ചനുഭവിക്കുന്നവർക്ക് സുഹൃത്തുക്കളെ ജീവിതത്തിൽ പിന്നെ ജീവിതത്തെ തണുപ്പിക്കാൻ വേറൊന്ന് ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദാമ്പത്യം വിജയകരമായി മുന്നോട്ട് പോവുക. ആദ്യം പറഞ്ഞ് മറക്കണ്ട, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ് ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. പാപങ്ങളില്ലാത്ത വിശ്വാസത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിച്ച് പറയണല്ലോ, ഏറ്റവും പ്രധാനം ആലോചിച്ച് ഇങ്ങനെ നടക്കണ്ട, എല്ലാം പടച്ചോന് വിട്ടുകൊടുത്തണി.
നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്തിരിക്കണം. നമ്മളെക്കൊണ്ട് ചെയ്യേണ്ട ഭാഗം, നമ്മളെ ഭാഗം ഓക്കെയാണോ, പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. ഞാൻ ഇന്നലെ പോണ സമയത്ത് തിരൂർക്ക് പോകുമ്പോൾ 2 പയ്യന്മാർ ബൈക്കുമ്പോൾ എൻ്റെ കാറിൻ്റെ മുന്നിലുണ്ട്, തൊട്ട് മുന്നിൽ. അപ്പോൾ അവൻ ഫോൺ ചെയ്തുകൊണ്ടാണ് അവൻ ഈ ഗിയറുള്ള ബൈക്ക് ഓടിക്കണം. ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ കൊണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു വാർണിംഗ് നിലയ്ക്ക് ഞാൻ ഹോൺ അടിച്ചപ്പോൾ അവരെന്താ ചെയ്ത് തരങ്ങൾ, ഹോൺ അടിച്ച സമയത്ത് എന്ത് ചെയ്തു, ബാക്കിൽ ഇൻഡോനത്ത് ഫോൺ കൊടുത്തിട്ട് ഇവൻ്റെ ചെവിയിൽ വെച്ച് കൊടുത്തു ഓടിക്കണ ആൾ. എന്നിട്ട് അവനോട് സംസാരിച്ചത്. സുഹൃത്തുക്കളെ, സെക്കൻഡുകൾ കഴിഞ്ഞില്ല പോലെ ഫോൺ അവസാനിച്ചു. ഫോൺ അവസാനിച്ച സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു നല്ല ആക്ഷനുള്ള ആ ബൈക്കാണ് അവനൊന്ന് മുന്നോട്ടെടുത്തിട്ട് നേരെ റോങ് സൈഡിലേക്ക് എടുത്തു. ഒരു ലോറി വന്ന് ഇടിച്ചിട്ട് ഏതൊരു 5 മീറ്റർ ദൂരത്തേക്ക് തെറിച്ചു. ഞാൻ മിതമായ സ്പീഡിൽ വരുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് മാത്രം എൻ്റെ തൊട്ട് മുന്നിൽ അവൻ കിടക്കും, ഒരു ചാൺ ദൂരത്ത്. ഒരു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടുമെന്നറിയില്ല, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ എന്തേ പറഞ്ഞൊരു അകൃത്യം, കാരണമില്ലാതെ ഒന്നും സംഭവിക്കണില്ല എന്ന് എൻ്റെ കണ്ണുകൾ. ആ ആക്സിഡൻറ്റ് ഞാൻ കണ്ട പോലെ ആരും കണ്ടിട്ടില്ല. ആ ലോറിക്കാരൻ ആരും കാണൂല. ബാക്കിയുള്ളവരൊക്കെ ഓടിക്കൂടിയതിന് ശേഷമാണ്. ഇപ്പോൾ കാരണമുണ്ടെന്ന് ഉറപ്പാണ്. ഞാൻ അവരെ പിന്നിൽ വന്ന ആളാണ്. ഈ പ്രാവശ്യം ഒരു കലക്ടർ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലെങ്കിൽ, ഇങ്ങനെ കാരണമുണ്ട്. നിങ്ങൾ കടക്കാരനായതിന് പിന്നിൽ കാരണമുണ്ട്. നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോയതിന് പിന്നിൽ കാരണമുണ്ട്. നിങ്ങൾക്ക് ജോലി കിട്ടാത്തതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. ആ കാരണങ്ങൾക്ക് പകരം വേറെന്തെങ്കിലും അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. ഒരു കലക്ടറുടെ ഫേസ്ബുക്കിൽ അയാളുടെ ഹിസ്റ്ററി ഇട്ടിരുന്നു. അയാൾ പറഞ്ഞ എന്താ പറയുക, അയാളൊരു IT എൻജിനീയറാണ്. അപ്പോൾ അയാൾക്ക് ജോലി കിട്ടി. ആ ജോലിക്ക് ഇങ്ങനെ പോണ സമയത്ത് അയാളുടെ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് സിവിൽ സർവീസിലൊന്ന് പരിശ്രമിക്കാം. അപ്പോൾ അയാൾ, എനിക്കാണൊന്നും താല്പര്യം, എനിക്ക് ജോലിയുണ്ട്, അപ്പോൾ എന്നാലും യാത്രക്ക് പോകാൻ ഒരാളുണ്ടെങ്കിൽ ഈ വെറുതെ എൻ്റെ ഒപ്പം പോന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ നിർബന്ധത്തിൽ പോയി. പഠിച്ചപ്പോൾ സിവിൽ സർവീസ് കിട്ടുന്ന അയാൾക്ക് ഉറപ്പായി. 3 അറ്റംപ്റ്റ് നടത്തി, 3ലും ഫെയിലായി. തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഫെയിലായപ്പോൾ എന്താ, വീണ്ടും ജോലിയിലേക്ക് കയറാൻ ജോലി കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്വേഷിച്ചു, എന്തുകൊണ്ട് ഞാൻ തോറ്റു, എനിക്കൊക്കെ അറിയാം, ഉത്തരങ്ങളൊന്നും എനിക്ക് അറിയാത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളിയായ ഒരാൾ പറഞ്ഞു കൊടുത്തു, നീ തോറ്റത്തിൻ്റെ കാരണം ഇനി ഞാൻ പറയാം, കാരണം ഇത് ഒഴിവാക്കിയല്ലോ, വേറെ കേൾക്കുന്നുണ്ടാവുന്നുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തു, ഒന്ന് എൻ്റെ കയ്യക്ഷരം റെഡിയല്ല എന്ന്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, കയ്യക്ഷരങ്ങൾ മുഴുവനും കോപ്പി ചെയ്ത്, ഏത് പ്രായത്തിലാണ് ആലോചിക്കും, കോപ്പി ചെയ്ത്. രണ്ടാമത്, നിനക്കൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ മിനിമം എഴുതിയാൽ പോരാ, അത് ശരിക്കും കൺവിൻസിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യണം, കുറച്ച് നീട്ടി എഴുതണം. അങ്ങനെ നീ എഴുതില്ല, ഉത്തരം പക്ഷെ ഉത്തരം എഴുതൂല, ജയിക്കും. മൂന്നാമത്തെ നിനക്കെന്താ വെച്ചാൽ ഒരാളെ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഒരു ടീച്ചിങ് പാർട്ട് ടൈം ഏറ്റെടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് നേടി. തൊട്ടടുത്ത അറ്റംപ്റ്റിൽ അയാൾ ജയിച്ചു. ഇപ്പം കേരളത്തിലൊരു കലക്ടറാണ്, പേരൊന്നും ഞാൻ പറയണില്ല, കേരളത്തിലൊരു കലക്ടറാണ്. അയാളെ ഫേസ്ബുക്കിലിട്ട് വായിച്ചതാണ് ഞാൻ പറയണത്. ഒരു കാരണമുണ്ട്. ചില ആൾക്കാർ എന്താ കാരണം പറയും. ഇപ്പോൾ ജയിച്ചൊരു സുഹൃത്ത് എന്ത് ചോദിച്ചാൽ, അവനും ടെൻഷൻ വന്നപ്പോൾ അവൻ പോയിട്ട് മദ്യപിച്ചു. അപ്പോൾ ഓൻ അതിന് മുന്നേ മദ്യമൊന്നും പരിചയമില്ലാത്ത ആളാണ്. അപ്പോൾ അവൻ്റെ വീട്ടുകാർ കണ്ടെത്തിയ കാരണം എന്താ നിങ്ങൾ, ഞാൻ കാരണം പറയാറുണ്ട്, വീട്ടിൽ കണ്ടെത്തിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഓനെ ശൈത്താൻ കൊണ്ടുപോയതാണ്. ഇപ്പോൾ ഈ ജിന്നിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് കൂടുതൽ വിവരമുള്ളതുകൊണ്ട് ഒക്കെ അതിൻ്റെ പേരിലിട്ടാൽ സംഗതി നമ്മൾ സേഫായല്ലോ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പരിപാടി. ഭാര്യയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഒക്കെ എന്തോ ഒരു അസ്വാഭാവികമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് ഒത്തിരി കുഴപ്പമില്ല, നമ്മൾ വളരെ ഉഷാർ. എല്ലാം പിശാചിൻ്റെ പേരിലിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അറിവ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ എന്താ ഒരു കാരണമുണ്ട്, ഒരു കാരണം. അന്തം വിട്ടിങ്ങനെ നടക്കണീന് ഒരു കാരണം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ആ കാരണം കണ്ടെത്തി പരിഹരിക്കൽ നമ്മുടെ ഭാഗമാണ്. ഇഹരിസ് അലാമായി ഫറക്ക്, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ നിൻ്റെ പാർട്ട് നിർവഹിക്കണം. അതെനിക്ക് പറ്റിയതാണോ യോജിച്ചതാണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, വെറുതെ ടെൻഷൻ അടിക്കണ്ട. ജീവിതം സന്തോഷകരമാക്കാനുള്ള അവസാനത്തെ നിർദ്ദേശമാണ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കുക. മനസ്സിലായി? ആൾക്കാരിങ്ങനെ വരുമ്പോഴേക്കിന് ഉള്ള പൈസക്ക് എടുത്ത് കൊടുത്തുകൊണ്ട് ചേരാൻ നിൽക്കണ്ട. അന്വേഷിച്ചും ചോദിച്ചും ആലോചിച്ചിട്ടൊക്കെ മതി. ആൾക്കാരുടെ മുഴുവനും പൈസ കടം വാങ്ങിയങ്ങാട്ട് പോയി സുഹൃത്തുക്കളെ കടക്കാരനായി മരണപ്പെടണ്ട. ആരും വീട്ടൂല. കബറിൽ കാലാകാലം എന്ത് ചെയ്യണമെന്നറിയോ, അതിൻ്റെ വേദനയും ചൂടും സഹിച്ച് കിടക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹ് നമ്മുടെ മുന്നിൽ വ്യക്തമായ മാർഗദർശനം തന്നിട്ടുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ബർക്കത്താണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സകലമായ അനുഗ്രഹങ്ങൾക്കും നിമിത്തം ഖുർആനാണ്. അതിന് എന്തേ ചെയ്യേണ്ടതുള്ളൂ? ലിയദ്ദബ്ബറൂ ആയാതി
വലിയതദക്കറ ഉലുൽ അൽബാബ്. അതിൻ്റെ ആയത്തുകൾ ശരിക്കും പഠിക്കുക, എന്നിട്ട് ഖുർആൻ്റെ ആശയങ്ങൾ ഇങ്ങനെ മനസ്സിക്ക് കയറ്റുക. ഇപ്പോൾ കുറച്ച് ആശയങ്ങൾ കിട്ടിയില്ലേ, ആ ആശയങ്ങൾ വെച്ച് ജീവിക്കുക. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ഖുർആനിലുണ്ട് എല്ലാറ്റിൻ്റെയും പരിഹാരം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധമായൊരു ജീവിതത്തിലൂടെ, അള്ളാഹു തന്ന നല്ലൊരു ദാമ്പത്യത്തിലൂടെ, അതേപോലെ തന്നെ അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മുടെ പ്രശ്നങ്ങളെ സ്വയം പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് സമാധാനത്തിൻ്റെയും നിത്യസന്തോഷത്തിൻ്റെയും ഒരു ജീവിതം കിട്ടും. സമാധാനപരമായി രാത്രി ഉറങ്ങുവാനും സ്വസ്ഥമായി നമ്മുടെ കുടുംബങ്ങളുമായി ഇടപെടുവാനും അവസാനം സന്തോഷത്തിൻ്റെ പൂർണ്ണതയായ സ്വർഗത്തിൽ എത്തിച്ചേരാനും അത് നിമിത്തമാകും. അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ പാപങ്ങളെ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു